എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സർക്കിൾ ആൻഡ് ക്വാഡ്രിലാറ്റർ, അതായത് വൃത്തവും ചതുർഭുജവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാം അല്ലേ? ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിലെ 4 ബിന്ദുക്കൾ, 4 പോയിന്റുകൾ കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ക്വാഡ്രിലാറ്റർ, അതായത് ഒരു ചതുർഭുജം ഇവിടെ വരച്ചിട്ടുണ്ട് അല്ലേ? ഇനി നാം നോക്കുന്നത് ഈ ക്വാഡ്രിലാറ്ററിന്റെ എതിർ കോണുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നോക്കുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ആംഗിൾ ബി, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഡി അല്ലേ? അപ്പോൾ ആംഗിൾ ഡിയും ആംഗിൾ ബിയും തമ്മിൽ എന്താണ് ബന്ധം? ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് നാം ഇന്ന് നോക്കുന്നത്. അപ്പോൾ അത് പരിശോധിക്കാനായി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിതിലെ ഏതെങ്കിലും ഓപ്പോസിറ്റ് കിടക്കുന്ന 2 മൂലകൾ തമ്മിൽ ഒന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ഇപ്പോൾ എയും സിയും അല്ലേ? അപ്പോൾ എയും സിയും തമ്മിൽ ഇങ്ങനെ നമ്മൾ ബന്ധിപ്പിച്ചു. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നമുക്ക് ഈ സർക്കിളിൽ എന്ത് കിട്ടി? ഇതൊരു കോഡായി മാറി അല്ലേ? എ സി എന്ന് പറയുന്ന ഒരു കോഡ് അല്ലേ? അപ്പൊ എ സി എന്ന് പറയുന്ന കോഡ് മൊത്തം ഭാഗത്ത് എത്രയാക്കുന്നുണ്ട്? 2 ഭാഗങ്ങളാക്കുന്നുണ്ട് അല്ലേ? അതായത് 2 സെഗ്മെന്റ് ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഒരു ആൾട്ടർനേറ്റീവ് സെഗ്മെന്റിലെ, അതായത് 2 വൃത്തഖണ്ഡങ്ങളിലെ കോണുകളുടെ തുക എപ്പോഴെന്തായിരിക്കും? നാം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് 180 ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ബിയും അല്ലേ, ആംഗിൾ ഡിയും, അതായത് ആംഗിൾ ഡി എന്ന് പറയുന്നത് ഈ സെഗ്മെന്റിലെ ആംഗിൾ ആണ്. ഇനി ആംഗിൾ ബി എന്ന് പറയുന്നതോ ഈ സെഗ്മെന്റിലെ ആംഗിൾ ആണ്, ആംഗിൾ ബി. അപ്പോൾ നമുക്കറിയാം, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും അല്ലേ? 180 ഡിഗ്രി 180 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് നോക്കിയാൽ ഈ 2 മൂലകളും, ഇതിന് പകരം ഈ 2 മൂലകളും തമ്മിലൊന്ന് യോജിപ്പിച്ച് നോക്കിയാലോ? അപ്പോൾ ഡിയും ബിയും തമ്മിൽ യോജിപ്പിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നേരത്തെ പോലെ തന്നെ 2 സെഗ്മെന്റ് കിട്ടി അല്ലേ? ഒന്ന് ഇതും ഒന്ന് ഇതും അല്ലേ? അപ്പോൾ ഇവിടെ 2 ആംഗിളുകൾ, ഒന്ന് ആംഗിൾ സിയും ഒന്ന് ആംഗിൾ എയും, 2 ആംഗിളുകൾ അല്ലേ? അപ്പോൾ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഈ 2 സെഗ്മെന്റിലെയും ആംഗിളുകൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതായത് ആംഗിൾ സിയും, ഇവിടെ നോക്കിയാൽ ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡി നമ്മൾ നേരത്തെ ആദ്യത്തത് കൂടി കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ? അതേപോലെ ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ഒരു വികരണം വരച്ചപ്പോൾ അപ്പോൾ ഇതെന്തായി മാറി? ഇതൊരു കോഡായി മാറി അല്ലേ? അപ്പോൾ ഈ സിയും എയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ, അത് ഒരു സർക്കിളിലാണ്, അതിൻ്റെ 4 മൂലകളും സർക്കിളിലാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അവയുടെ എതിർ കോണുകളുടെ തുക എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ? അതായത് ഒരു ക്വാഡ്രിലാറ്ററിലെ മൂലകളെല്ലാം ഒരു സർക്കിളിലാണെങ്കിൽ, ഒരു വൃത്തത്തിലാണെങ്കിൽ അതിലെ അല്ലേ എതിർ കോണുകളുടെ തുക എപ്പോഴെന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്കൊന്ന് തിരിച്ചു പറഞ്ഞാലോ? അതായത് നാം ഇപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ക്വാഡ്രിലാറ്ററിലെ മൂലകളൊക്കെ എന്തിനാണെങ്കിൽ ഒരു സർക്കിളിലാണെങ്കിൽ അതിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയായിരിക്കും? അതിൻ്റെ തുക 180 ആയിരിക്കും അല്ലേ? അപ്പോൾ തിരിച്ചു പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾ, ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രിയായ ഒരു ക്വാഡ്രിലാറ്ററൽ, ഒരു ചതുർഭുജം അല്ലേ? ആ ചതുർഭുജത്തിൻ്റെ 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു വൃത്തം നമുക്ക് വരയ്ക്കാൻ പറ്റും അല്ലേ? അപ്പോൾ എല്ലാ ചതുർഭുജത്തിലും നമുക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റില്ല അല്ലേ? 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാൻ പറ്റില്ല. ഇപ്പം നമുക്ക് നോക്കിയേ, ഇതും ഒരു ചതുർഭുജം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമോ? വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണെങ്കിൽ നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? 4 മൂലകളിൽ കൂടി കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജത്തെയാണ് നാം എന്ത് പറയുക? ചക്രീയ ചതുർഭുജം അഥവാ സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറയുക. ക്വാഡ്രിലാറ്ററൽ അതായത് ചക്രീയ ചതുർഭുജം. അപ്പോൾ ഈ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്വാഡ്രിലാറ്ററിൻ്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ അത് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? നമുക്കറിയാം, 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ഒന്നും കൂടി മാറ്റി പറയുകയാണെങ്കിൽ
എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയ ഒരു ക്വാഡ്രിലേറ്ററിനാണ് നമ്മൾ എന്ത് പറയുക, സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറയുക, അല്ലേ? അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ തുക 180 ആണെങ്കിൽ അതെന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വാഡ്രിലേറ്ററിന്റെ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കൊരു ചതുരം, അല്ലെ, ഒരു റെക്റ്റാങ്കിൾ കാണാം. ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണോ? നമുക്കറിയാം ഇതിൻ്റെ ഈ ആംഗിളുകളൊക്കെ എത്രയാണ്, 90 ഡിഗ്രിയാണ്, അല്ലേ? 90 ഡിഗ്രിയാണ്. ഇതെന്താണ്, ഒരു റെക്റ്റാങ്കിളിൻ്റെ 4 മൂലകളും 4 ആംഗിളുകളും 90 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണ്, 90 + 90, അല്ലേ? അതായത് 180. ഇവിടെയാണെങ്കിലോ 90 + 90, ഇവിടെയും 180. അതുകൊണ്ട് ഇതെന്താണ്, ഒരു ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഇനി ഇതൊന്ന് നോക്കൂ, ഇതെന്താണ് സംഭവം? ഇത് നമുക്കറിയാം ഒരു ഐസോസെലസ് ട്രപ്പീസിയമാണ്, അല്ലേ? അതായത് സമപാർശ്വലംബകം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ജോഡി ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, അത് പാരലായിരിക്കും, അല്ലേ? അപ്പം ഇത് രണ്ടും പാരലാണ്. പിന്നെയോ പാരൽ അല്ലാത്ത 2 സൈഡുകൾ, ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും, അല്ലേ? അതിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. പിന്നെ ഈ പാരൽ സൈഡിൻ്റെ ആംഗിൾസ്, അല്ലേ, അതുമുള്ള ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും, ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, അല്ലേ? അതായത് ഇപ്പോൾ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണോ? നമുക്ക് നോക്കാം, നമുക്കൊരു പേര് കൊടുത്ത് നോക്കാം. ഇപ്പോൾ A, B, C, D. നമുക്കറിയാം പാരലൽ സൈഡിൻ്റെ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും, അല്ലേ? അതായത് ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ എയും ആംഗിൾ ബിയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ A = ആംഗിൾ B പാരലൽ സൈഡിലെ ആംഗിളുകളാണ്. പിന്നെ ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകത എന്താണ്, അതായത് സം ഓഫ് ആംഗിൾസ് ഓൺ ഈച്ച് നോൺ പാരലൽ സൈഡ്സ്, അല്ലേ? അതായത് നോൺ പാരലൽ ആയിരിക്കുന്ന സൈഡുകൾ, ഒന്ന് പാരലൽ അല്ലാത്ത 2 സൈഡുകൾ ഏതാണ്, ഒന്ന് ഇതും, അല്ലേ? ഇത് രണ്ടും പാരലൽ അല്ല. അപ്പം ഇവയുടെ ആംഗിളുകളുടെ തുക എത്രയായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും, അല്ലേ? അപ്പം ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും, അല്ലേ? അതാണ് ഒരു ഐസോസെലസ് ട്രപ്പീസിയത്തിൻ്റെ പ്രത്യേകതകൾ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, 180 കിട്ടണം, അല്ലേ? അപ്പോൾ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അതുപോലെ തന്നെ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ കാര്യം നോക്കിയാൽ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണ്, അല്ലേ? അത് നമ്മൾ ഒന്നാമത് പറഞ്ഞു. പിന്നെ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷനിൽ നമ്മൾ എക്ക് പകരം A = B ആണ്, അല്ലേ? ആംഗിൾ A = ആംഗിൾ B ആണ്. അപ്പോൾ നമ്മുടെ ഈ എക്ക് പകരം നാം എന്ത് കൊടുക്കുന്നു, ഈ B കൊടുത്താൽ എന്തിരിക്കും നോക്കിയേ, ആംഗിൾ B + ആംഗിൾ D, അല്ലേ? ഇവിടെ ആംഗിൾ എയും ബിയും സെയിം ആയതുകൊണ്ട് നാം എക്ക് പകരം ആംഗിൾ B എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ആംഗിൾ B + ആംഗിൾ D = 180. അപ്പോൾ ഇവിടെ നോക്കിയേ, ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഇതാണ്, ആംഗിൾ D എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്താണ് സംഭവം, ഓപ്പോസിറ്റ് ആംഗിൾസ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ എതിർ കോണുകൾ 180 ഡിഗ്രി ആയി, അതിൻ്റെ തുക 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതും ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അതായത് ഐസോസെലസ് ട്രപ്പീസിയം സമപാർശ്വലംബകം ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഇത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 55 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. കാൽക്കുലേറ്റ് ദി ആംഗിൾസ് ഓഫ് ദി ക്വാഡ്രിലേറ്റർ ഷോൺ ബിലോ ആൻഡ് ഓൾസോ ദി ആംഗിൾസ് ബിറ്റ്വീൻ ഇറ്റ്സ് ഡയഗണൽസ്. അതായത് നമുക്ക് ഇവിടെ എന്താണ്, ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ 4 മൂലകളും ഈ സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രൂപത്തിൽ എന്താണ്, നമുക്കൊരു ക്വാഡ്രിലേറ്റർ, ഒരു ചതുർഭുജം നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ആംഗിളുകൾ, ഇതിൻ്റെ ഉള്ളിലെ 3 ആംഗിളുകൾ നമുക്ക് തന്നിട്ടുണ്ട്. നാം എന്താണ് ചെയ്യേണ്ടത്, ഈ ചതുർഭുജത്തിലെ 4 ആംഗിളുകളും, അല്ലെ, 4 ആംഗിളുകളും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മാത്രമല്ല ഇതിൻ്റെ 2 ഡയഗണൽ, അല്ലെ, ഇവയ്ക്കിടയിലുള്ള ഈ കോണുകൾ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, അല്ലേ, ഇതെന്താണ്, ഒരു ചക്രീയ ചതുർഭുജമാണ്, അല്ലേ? അതായത് ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. സൈക്ലിക് ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ചതുർഭുജത്തിൻ്റെ 4 മൂലകം ഒരു സർക്കിളിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ചക്രീയ ചതുർഭുജം എന്ന് പറയുക. അപ്പോൾ അവയുടെ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം, ഈ 4 ആംഗിളുകൾ കാണണം, അതുപോലെ തന്നെ ഈ ആംഗിളുകളും കാണണം, അല്ലേ? അതായത് നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ കോണുകളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇപ്പോൾ A, B, C, D.
ഇവ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് നമുക്ക് ഒ എന്ന് പേര് കൊടുക്കാം. ഇനി നാം അടുത്ത കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഓരോ ആംഗിളുകളും നമ്മൾ ശ്രദ്ധിക്കാം. ആദ്യം നോക്കിയാൽ ഇപ്പോൾ ഈ ആംഗിൾ എടുത്തു, ഇതെത്രയാണ് 50 ഡിഗ്രി അല്ലേ? 50 ഡിഗ്രി. ഈ ആംഗിള് ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് പോയി ദേ ഇവിടെ വന്ന് മുട്ടി, ഇങ്ങോട്ട് പോയി ഇവിടെ വന്ന് മുട്ടി അല്ലേ? അപ്പം ഇതിങ്ങനെ യോജിപ്പിച്ചപ്പോൾ സി ബി എന്ന് പറയുന്ന ഒരു ലൈൻ നമുക്ക് കിട്ടി അല്ലേ? അതായത് ഈ സി ബി എന്ന് പറയുന്നത് എന്താണ്? ബാക്കിയുള്ളതൊക്കെ തൽക്കാലം മാറ്റി വയ്ക്കുക, ഈ ആംഗിൾ മാത്രം എടുക്കുക. ഈ ആംഗിള് ഇവിടെ സി ബി അല്ലേ? അതായത് ഈ സർക്കിളിലെ ഒരു കോഡാണ് സി ബി. അപ്പം ഈ സി ബി ഈ സർക്കിളിലെ ഒരു സെഗ്മെൻറ്റിൽ, അതായത് 2 സെഗ്മെൻറ്റായി അല്ലേ? ഈ ഒരു ചെറിയ സെഗ്മെൻറ്റും പിന്നെ ഇങ്ങനെ ഒരു വലിയ സെഗ്മെൻറ്റും. നമുക്കറിയാം ഒരു കോഡ് 2 സെഗ്മെൻറ്റ് ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഈ ചെറുത് പിന്നെ ഇവിടെ ഒരു വലുത്. അപ്പോൾ ഈ വലുതിലുണ്ടാക്കുന്ന ആംഗിളാണ് 50. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെ ഉണ്ടാക്കിയാലും ആ ആംഗിൾ എത്രയായിരിക്കും? 50 ആയിരിക്കും അല്ലേ? അപ്പോൾ അതേ കോഡ് തന്നെ നോക്കിയേ, ഇങ്ങോട്ട് വന്ന് ഇവിടെ മുട്ടി ഇങ്ങനെ വന്നു. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര തന്നെ ആയിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഒരു ആംഗിൾ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നാം ഇത്തരം ചോദ്യങ്ങൾ കോണുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അത് എഴുതാം. എന്താണ് നമ്മൾ ചെയ്തത്? ആംഗിൾ ബി ഡി സി ഈക്വൽ ടു ആംഗിൾ ബി എ സി ഈക്വൽ ടു 50 ഡിഗ്രി. എന്താണ് എഴുതിയത്? ബി ഡി സി അല്ലേ? ബി ഡി സിയും ഇതും പിന്നെയോ ബി എ സി ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പം ഇത് 50 ആണെങ്കിൽ ഇത് 50 തന്നെ ആയിരിക്കും. എന്താണ് കാരണം? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ് അല്ലേ? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്, അതായത് ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളാണ് ഇത് രണ്ടും. മനസ്സിലായല്ലോ? ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇവിടെ ഒരു 30 ഡിഗ്രി എന്നുണ്ട് അല്ലേ? അതും ഇതേപോലെ നോക്കിയേ, ഈ ആംഗിൾ ഇതേ ഇങ്ങനെ വന്നു ഇവിടെ മുട്ടി അല്ലേ? അപ്പം ഇതാണ് ഒരു കോഡ്. ഈ കോഡ് ഈ വൃത്തഖണ്ഡത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 30 ഡിഗ്രി അല്ലേ? അപ്പം ഇതേ കോഡ് തന്നെ നോക്കിയേ, ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? ഇത് 30 ആണെങ്കിൽ ഇത് 30 ആയിരിക്കണം വേണ്ടേ? അപ്പം ഇവിടെ നമുക്ക് 30 ഡിഗ്രി. അപ്പം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ സി ഡി സീക്വൽ ടു ആംഗിൾ എ ബി ഡി അല്ലേ? സീക്വൽ ടു 30 ഡിഗ്രി. അങ്ങോട്ട് നോക്കിയാൽ ആംഗിൾ എ സി ഡി, അതായത് എ സി ഡി ഈ ആംഗിളും പിന്നെയോ ആംഗിൾ എ ബി ഡി ഈ ആംഗിളിന് തുല്യമായിരിക്കും. കാരണം എന്താണ്? ഈ കോഡിൽ നിന്നാണ് ഈ ആംഗിൾ രണ്ടും അല്ലേ? അപ്പോൾ അതുകൊണ്ട് തുല്യമായിരിക്കും. അപ്പോൾ ഈ 30 ആണെങ്കിൽ ഇവിടെയും 30 ഡിഗ്രി. അപ്പോൾ അതും കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് തന്നിട്ടുള്ള കോൺ ഏതാണ്? ഈ 45 ഡിഗ്രി. ഇത് ഇതേപോലെ തന്നെ നോക്കിയേ, 45 ഡിഗ്രി ഇങ്ങനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് കോഡ് ഡി സി. അപ്പോൾ ഡി സി ഇതേ വേറൊരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ഇവിടെ കണ്ടില്ലേ? അപ്പം ഇത് 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 45 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ഡി എ സി, ആംഗിൾ ഡി എ സി സീക്വൽ ടു ആംഗിൾ ഡി ബി സി സീക്വൽ ടു 45 ഡിഗ്രി. അതായത് ഡി എ സി ഈ ആംഗിളും ഡി ബി സി ഈ ആംഗിളും ഈക്വലാണ്. കാരണം എന്താണ്? ഈ കോഡാണ് അല്ലേ? ഈ കോഡിൽ നിന്ന് വരുന്ന 2 ആംഗിളുകളാണ് ഇത് രണ്ടും. അപ്പോൾ അതിൻ്റെ ഒക്കത്തിൻ്റെ റീസൺ എന്താണ്? ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെൻറ്റ്. അപ്പോൾ ഇത്രയും കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ഈ കോൺ നമുക്ക് ഏത് കിട്ടും? ഇവിടെ നോക്കിയാൽ ചെറിയ ത്രികോണം. ഈ ത്രികോണത്തിൽ 2 ആംഗിളുകൾ നമുക്ക് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ. 180 നിന്ന് ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ നമുക്കത് എഴുതാലോ. ഇൻ ട്രയാങ്കിൾ ഡി ഒ സി, ഡി ഒ സിയിൽ ആംഗിൾ ഡി ഒ സി സീക്വൽ ടു മൊത്തം 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം? 50 + 30. അപ്പോൾ 50 30 കൂടി കഴിഞ്ഞാൽ 80. അപ്പോൾ 180 നിന്ന് 80 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 100 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടി നമുക്ക് 100 ഡിഗ്രി. കണ്ടില്ലേ? ഇതേ രൂപത്തിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇന്നൊക്കെ ഇത് 100 ആണെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും? ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണിത് അല്ലേ? അപ്പോൾ ഇതെന്തായിരിക്കും? ഈ ആംഗിൾ ഇതും 100 തന്നെ ആയിരിക്കും അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പോൾ ഇതും 100. അപ്പോൾ നമുക്കത് എഴുതാമല്ലോ. ആംഗിൾ എ ഒ ബി, ആംഗിൾ എ ഒ ബി അതും 100 ഡിഗ്രി. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്.
ഇനി നമുക്ക് ഏത് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും? പല 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 രൂപത്തിൽ ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് കണ്ടുപിടിക്കുക. തെറ്റെഴുതുന്നുള്ളൂ. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ത്രികോണം അല്ലേ? ഈ ത്രികോണത്തിൽ ഇത് നോക്കിയാൽ ഇവിടെ നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈനിൻ്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണ് അല്ലേ? 180 ഡിഗ്രി. അതായത് നമ്മൾ ഇതിനെ ഇങ്ങനെ മുറിച്ചാൽ ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. അതല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്താലും 180. അതായത് ഈ രണ്ട് കോണുകളും എത്രയായിരിക്കും? രണ്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഈ ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOD എത്രയായിരിക്കും? ആംഗിൾ AOD 180 നിന്ന് -100, അതായത് 80 ഡിഗ്രി. അതായത് ഇത് ദിവസം എന്താണ്? ലീനിയർ പെയർ അല്ലേ? രേഖീയ ജോഡികൾ എന്ന് പറയും. ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ ഈ ആംഗിൾ നമുക്ക് കിട്ടി എത്ര ഡിഗ്രി? 80 ഡിഗ്രി. ഇനി ഇത് 80 കിട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്രയായിരിക്കും? ഇത് 80 തന്നെ ആയിരിക്കും അല്ലേ? 80 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ BOC അതും 80 ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇത് നമ്മളിങ്ങനെ ബ്രാക്കറ്റിൽ എഴുതേണ്ടത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേതാ ഉള്ളത്? ഈ ആംഗിൾ ഉണ്ട് അല്ലേ? ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഈ ത്രികോണത്തിൽ മൊത്തം 180, അതിൽ നിന്ന് രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് നമുക്ക് ഈ ആംഗിൾ കിട്ടും അല്ലേ? അപ്പോൾ ആംഗിൾ BCO സീക്വൽ ടു 180 നിന്ന് എത്ര കുറയ്ക്കണം? 80ഉം 45ഉം കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടും? 180 നിന്ന് 80 45 എന്ന് പറഞ്ഞാൽ 125. അപ്പോൾ 180 180 നിന്ന് 125 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 55 ഡിഗ്രി. അപ്പോൾ ഇത് കിട്ടി 55 ഡിഗ്രി. അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാ കോണുകളും കിട്ടിയില്ലേ? ഒരാൾ ബാക്കിയുണ്ട് ഇവിടെ അല്ലേ? ഈ ആംഗിൾ ബാക്കിയുണ്ട്. ഏതാണ് ആംഗിൾ? ADO. അപ്പോൾ അതും കൂടി കാണാം. ആംഗിൾ ADO അത്ര വരും? മൊത്തം 180, അതിൽ നിന്ന് രണ്ടും കൂടി കൂട്ടിയത് കുറയ്ക്കാം. 180 -80 + 45. അപ്പോൾ 80 45 നമ്മൾ നേരത്തെ ചെയ്ത് തന്നെ അല്ലേ? 125, അതിൽ നിന്ന് 180 125 കുറച്ച് കഴിഞ്ഞാൽ 55 ഡിഗ്രി. അപ്പോൾ ഇത് 55 ഡിഗ്രി. അപ്പോൾ നമുക്ക് എല്ലാ ആംഗിളുകളും കിട്ടിയല്ലോ. കിട്ടി. ഇനി നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിൻ്റെ 4 ആംഗിളുകൾ ABCD അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആംഗിൾ A സീക്വൽ ടു 45 + 50 അല്ലേ? 45 + 50 സീക്വൽ ടു 95 ഡിഗ്രി. ഇനി ആംഗിൾ B സീക്വൽ ടു എത്ര വരും? 30 + 45 സീക്വൽ ടു 75 ഡിഗ്രി. ഇനി ആംഗിൾ C സീക്വൽ ടു 55 + 30 അല്ലേ? 55 + 30 അപ്പോൾ 85 ഡിഗ്രി. ഇനി ആംഗിൾ D സീക്വൽ ടു 55 + 50 105 ഡിഗ്രി. അപ്പോൾ ഇത് 105 ഡിഗ്രി. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് ആംഗിൾ ഒന്ന് കൂട്ടി നോക്കിയേ. ഇപ്പോൾ Aയും Cയും അല്ലേ? ആംഗിൾ Cയും കൂട്ടി നോക്കിയാൽ Aയും Cയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 95ഉം 85 എത്രയാണ്? 150. ഇനി Bയും Dയും കൂട്ടിയാലോ? 75ഉം 105ഉം അത് 150 അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആംഗിളുകൾ. ഇനി ഇതിൻ്റെ ഡയഗണലിൻ്റെ ഇടയിലുള്ള ആംഗിളുകൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? 100 80 100 80. അപ്പോൾ ഇത് ക്ലിയർ ആയില്ല. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. അപ്പോൾ എന്താണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം? പ്രൂവ് ദാറ്റ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ദി ഔട്ടർ ആംഗിൾ അറ്റ് എനി വെർട്ടെക്സ് ഈസ് ഈക്വൽ ടു ദി ഇന്നർ ആംഗിൾ അറ്റ് ദി ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പോൾ ഇതിൽ ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു ഫിഗർ വരച്ചു അല്ലേ? ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രിലാറ്റർ വരച്ചു. അതായത് ഒരു ചക്രീയ ചതുർഭുജം നമ്മൾ വരച്ചു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൻ്റെ ഏത് മൂലയിലെയും പുറം കോൺ അല്ലേ? ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മൂലയിൽ നിന്ന് ഈ സൈഡിനെ ഞാൻ ഇങ്ങോട്ട് നീട്ടി അല്ലേ? ഇതാണ് ഔട്ടർ ആംഗിൾ. അല്ലെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിങ്ങോട്ട് നീട്ടിക്കഴിഞ്ഞാൽ ഇത് ഔട്ടർ ആംഗിൾ അല്ലേ? അപ്പോൾ ഈ ഔട്ടർ ആംഗിൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ അതായത് എതിർ മൂലയിലെ ഈ ഇന്നർ കോണിന് തുല്യമാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഔട്ടർ ആംഗിൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പടം അനുസരിച്ചുകൊണ്ട് ഇതാണ് നമ്മുടെ ഔട്ടർ ആംഗിൾ. അപ്പോൾ എതിർമൂല എന്ന് പറയുന്നത് ഇതിൻ്റെ എതിർമൂല ഇത് അല്ലേ? അപ്പോൾ ഈ ആംഗിളിന് തുല്യമാണ്, ഇത് രണ്ടും ഈക്വൽ ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ചെയ്യാറുള്ള പരിപാടി ഒരു പേര് കൊടുക്കുക അല്ലേ? അപ്പോൾ ABCD ഒരു പേര് കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റിന് നമുക്ക് ABCDE എന്ന് പേര് കൊടുത്തു. ഇത് എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണ് അല്ലേ?
അതായത് നമുക്കറിയാം 4 മൂലകളും ഇങ്ങനെ സർക്കിളിൽ മുട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി ഈക്വൽ ടു 180 ഡിഗ്രി. അതായത് എ ബി സിയും എ ഡി സിയും, അതായത് ഈ 2 ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതിനെന്താണ് കാരണം? ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഇൻ എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ. അതായത് ഒരു ചക്രീയ ചതുർഭുജത്തിലെ എതിർ കോണുകളാണ് ഇത് രണ്ടും അല്ലേ. അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നോക്കിയാൽ നമുക്ക് ഈ ആംഗിൾ എ ബി സി എന്ന് പറയുന്ന ആംഗിൾ എ ബി സി പ്ലസ് ഈ ആംഗിൾ സി ബി ഇ, ഈ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നമുക്ക്? അതായത് എ ബി സി ഈ ആംഗിളും സി ബി ഇ ഈ ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഒരു ലൈൻ അതിന് നമ്മൾ ഇങ്ങനെ ഈ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി അല്ലേ. അപ്പോൾ ഈ ലൈൻ എങ്ങോട്ട് ചെയ്ത് എങ്ങനെ വരച്ചാലും ഈ 2 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ. അതായത് ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പോൾ നമുക്ക് എ ബി സിയും സി ബി ഇയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. എന്താണ് കാരണം? ലീനിയർ പെയർ ആണ് അല്ലേ. അതായത് രേഖീയ ജോഡികൾ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ആംഗിൾ എ ബി സിയും ആംഗിൾ എ ഡി സിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. എ ബി സിയും സി ബി ഇയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180, ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. അങ്ങനെ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം വേണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ എ ഡി സി. അതായത് ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും? ഇതിന് ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. അപ്പം ഇതും ഈക്വൽ ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ഇത് നോക്കിയാൽ ഇപ്പുറത്ത് നോക്കിയാൽ ഇവിടെ എ ബി സി ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്ത് എ ബി സി ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടും നമുക്ക് ആൻസർ ചെയ്ത് കളഞ്ഞു. ബാക്കി ഇവിടെ എന്ത് തോന്നുന്നു? ആംഗിൾ എ ഡി സി ഈക്വൽ ടു ഇവിടെ എന്ത് തോന്നുന്നു? ആംഗിൾ സി ബി ഇ. അതായത് എ ഡി സി എന്ന് പറഞ്ഞ ഈ ആംഗിൾ ഏതിന് ഈക്വൽ ആയിരിക്കും? സി ബി ഇ ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതായത് ഈ പുറം കോണിന് ഈക്വൽ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഈ പുറം കോണിന് ഈക്വൽ ആണ് ഇത് ഈ ഉള്ളിലെ ഓപ്പോസിറ്റ് മൂലയിലെ ഈ കോൺ. മനസ്സിലായല്ലോ? ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.